ഹലോ എവരിവൺ വെൽക്കം ടു ബയോബൈൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 ബയോളജിയിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാലോ ജെനറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓർമ്മ വരുന്നത്? DNA കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്, ജീൻസിനെ കുറിച്ച് ഓർമ്മ വരുന്നുണ്ട്, RNA ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 8th-ലും 9th-ലൊക്കെ നമുക്കൊരു പരിചയമുള്ള കാര്യങ്ങളാണ് DNA, RNA അല്ലെങ്കിൽ ജീൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ജെനറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിൻ്റെ ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയും ഒരു കുട്ടിക്ക് അവരുടെ ഹെയർ അല്ലെങ്കിൽ കണ്ണിൻ്റെ കളറ്, സ്കിന്ന്, എല്ലാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഒരു പാരൻറ്റിന് കറക്റ്റായിട്ട് ആ ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവർ അത് കൊടുക്കുന്നത്? എന്ത് വഴിയാണ് അവരത് കൊടുക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോവാണ്, ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ. സോ വെൽക്കം ടു ദ വീഡിയോ ജെനറ്റിക്സ് ഓഫ് ലൈഫ്. നമ്മുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ടുപേരുടെ ഫോട്ടോസ് നമുക്ക് കാണാം. ജെനിഫർ എ ഡൗട്ട്ന ആൻഡ് എമാനുവൽ ഷാർപ്പൻഡിയർ. They got Nobel Prize in Chemistry for developing methodology of gene editing. ജീൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു മെത്തഡോളജി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. ആ ടെക്നോളജിയുടെ പേരാണ് CRISPR-Cas9. CRISPR-Cas9 യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജീനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് മറ്റൊരു നമുക്ക് ഡിസൈറബിൾ ചേഞ്ചസ് അതിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് മറ്റൊരു ജീൻ കൊണ്ടുവരാം. ഇപ്പം എന്തെങ്കിലും നമുക്കൊരു അസുഖമുണ്ട്, ആ അസുഖം ജെനറ്റിക് ബേസിസിലാണ് അല്ലെങ്കിൽ ജീനിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ അവർ ജീൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നോളജി CRISPR-Cas9 എന്ന് പറഞ്ഞ ടെക്നോളജി അവർ കൊണ്ടുവന്നിട്ടുള്ളത്. This discovery is expected to make revolutionary advances in genetic diseases therapy and treatment of cancer. ഈവൻ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ പോലും CRISPR-Cas9 യൂസ് ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ വരാം. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ജീനിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ക്യാൻസർ വരുന്നത്. അപ്പോൾ ഈ ക്യാൻസർ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ജെനറ്റിക് ഡിസീസസ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ അങ്ങനെയുള്ള മറ്റ് അസുഖങ്ങളും നമുക്ക് ഈ ഒരു CRISPR-Cas9 എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റൻറ്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്. നമുക്ക് ക്രോപ്സിൽ എന്തെങ്കിലും പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടും ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്സിനെയും കൂടി നമുക്ക് ഇതിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ എപ്പോഴും അസുഖം വരുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ ജീൻ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡിസൈറബിൾ ചേഞ്ചസ് ഒക്കെ വരുത്തി അസുഖം വരാതിരിക്കാനുള്ള ആ ജീനിൻ്റെ പ്രശ്നമൊക്കെ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് CRISPR-Cas9 എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്ത് ജീൻ എഡിറ്റിംഗ് നടത്താം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലേ, കാൺ ഈവൻ സീ ജീൻസ് ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി എഡിറ്റഡ്? നമുക്ക് ജീൻസ് കാണാൻ പറ്റുന്നില്ല, നമ്മുടെ കണ്ണോട് കാണാൻ പറ്റില്ല, പിന്നെ എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റുക? ഇത് നല്ലൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ എവിടെയാണ് ഈ ജീൻസ് കാണാൻ നമുക്ക് നോക്കിയാലോ. സോ our body is made up of millions of cells. Okay, inside each cell there is a nucleus. Inside the nucleus there are chromosomes, and within the chromosome there is DNA. Within the DNA there are genes. അപ്പോൾ ജീൻ്റെ ലൊക്കേഷൻ പറയാൻ നമുക്ക് എങ്ങനെ പറയാം? സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്, ക്രോമസോമിൽ ഇരിക്കുന്നത് എന്താണ്? DNA ആണ്. ആ DNAയുടെ ഉള്ളിലാണ് നമ്മുടെ ജീൻ ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ ഓഫ് DNA, ലൊക്കേഷൻ ഓഫ് ജീൻ ഒക്കെ കണ്ടു. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് DNA നോക്കിയാലോ. In 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രസന്റ് ചെയ്തു. They proposed the structure of DNA based on the X-ray diffraction studies conducted by Rosalind Franklin and Maurice Wilkins. റോസ്ലിൻ ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്ന എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിന്റെ ബേസിസിലായിരുന്നു ഈ ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രസന്റ് ചെയ്യാൻ പറ്റിയത്. The crucial information that led to the discovery was obtained from the famous Photo 51 taken by Rosalind Franklin. ഇപ്പോൾ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ഒരു എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമേജിനെയാണ് നമ്മൾ Photo 51 എന്ന് പറയുന്നത്. ആ Photo 51 ആയിരുന്നു ദ ക്രൂഷ്യൽ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു DNAക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പിക്കാൻ, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും ഉറപ്പിക്കാൻ സാധിച്ചത്. Later, Rosalind Franklin died in 1958. Later, in 1962, they are awarded Nobel Prize for their contribution in discovery of the double helical model of DNA. അപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടുമ്പോൾ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ഒഴിച്ച് ബാക്കി 3 പേർക്കാണ് ഈ ഒരു നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എക്സ്റേ ഡിഫ്രാക്ഷൻ ഇമേജ് ഓഫ് DNA റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എടുത്തിട്ടുള്ള Photo 51 ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ റൈറ്റ് സൈഡിൽ നമുക്കറിയാം 4 നമ്മുടെ സയൻറ്റിസ്റ്റുമാരുണ്ട്. റോസ്ലിൻ ഫ്രാങ്ക്ലിൻ, മൗറിസ് വിൽക്കിൻസ്, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. ഇതാണ് നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA നമുക്ക് പറയാം. ഡബിൾ ഹെലിക്കലാണ്. 2 സ്ട്രാൻഡ്സ് നമുക്ക് കാണാം. നടുക്കിലൊരു പടികൾ പോലെ നമുക്ക് കുറച്ച് ലൈൻസ് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ.
ഇതിന്റെ ശരിക്കും ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ എന്തെല്ലാമാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ. നമുക്ക് DNA സ്ട്രക്ചർ നോക്കാനായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമേജ് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമേജിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA ആണ്. തൊട്ടടുത്തായിട്ട് DNA കമ്പോണൻസ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് സ്ട്രാൻഡ്സ് കാണാനായിട്ട് പറ്റും. DNA രണ്ട് സൈഡിലായിട്ട് സ്ട്രാൻഡ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്ട്രാൻഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. The strands are composed of sugar and phosphate. ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഈ പെൻറ്റഗൺ ഷേപ്പിലുള്ളതാണ് ഷുഗർ മോളിക്യൂൾ ആൻഡ് ദിസ് സർക്കിൾ ആണ് ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ദിസ് ബോത്ത് ടുഗെദർ ഫോംസ് ദ സ്ട്രാൻഡ്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ഈ സ്ട്രാൻഡ്സ് കാണാം. അതുകൊണ്ട് നമുക്ക് ഡബിൾ സ്ട്രാൻഡഡ് ആണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. രണ്ട് സൈഡിൽ സ്ട്രാൻഡ്സ് ഉണ്ട്. ദ സ്ട്രാൻഡ്സ് ആർ ഫോംഡ് ഓഫ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. പിന്നെ ഇതിൻ്റെ നടുക്കിലായിട്ട് രണ്ട് സ്ട്രാൻഡ്സിൻ്റെ നടുക്കിലായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് പോലെ കാണാനായിട്ട് പറ്റും. നമുക്ക് റങ്സ് എന്നാണ് പറയാം. These rungs are formed by the pairing of nitrogen bases. നൈട്രജൻ ബേസിന്റെ പെയറിംഗ് വഴിയാണ് ഈ റങ്സ് ഫോം ചെയ്തിട്ടുള്ളത്. നമുക്ക് നൈട്രജൻ ബേസസ് എന്താണെന്ന് നോക്കിയാലോ. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് 4 നൈട്രജൻ ബേസസ് നമുക്ക് പരിചയപ്പെടാം. എ അഡിനിൻ, നമുക്ക് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ATGC എന്നാണ്. അപ്പോൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ, അങ്ങനെ 4 നൈട്രജൻ ബേസസ് നമുക്കറിയാം. ഈ 4 നൈട്രജൻ ബേസസ് പെയറിംഗ് നടക്കുമ്പോഴാണ് റങ്സ് നമുക്ക് കാണാനായിട്ട് DNA റങ്സ് കാണുന്നത്. പക്ഷേ അഡിനിൻ ഒരിക്കലും എല്ലാ നൈട്രജൻ ബേസസ് ആയിട്ട് പെയർ ചെയ്യില്ല. അതുപോലെ തൈമിൻ എല്ലാവരുമായിട്ട് പെയറിങ് നടത്തില്ല, ഗ്വാനിൻ എല്ലാവരുമായിട്ട് പെയറിങ് നടത്തില്ല, സൈറ്റോസിൻ എല്ലാവരുമായിട്ട് പെയറിങ് നടക്കില്ല. അഡിനിൻ ഒരു പെർട്ടിക്കുലർ നൈട്രജൻ ബേസ് മാത്രമായിട്ടാണ് പെയറിങ് നടക്കുക. അതുപോലെ തൈമിനും ഒരു പർട്ടിക്കുലർ അവർക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പർട്ടിക്കുലർ നൈട്രജൻ ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്വാനിനും ഒരു സ്പെഷ്യൽ പേഴ്സൺ ഓർ സ്പെഷ്യൽ നൈട്രജൻ ബേസ് ഉണ്ട്. സൈറ്റോസിനും അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. അവരായിട്ട് മാത്രമേയാണ് നമുക്ക് പെയറിങ് നടക്കുള്ളൂ. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അഡിനിൻ തൈമിൻ ആയിട്ടാണ് അവിടെ പെയറിങ് നടക്കുന്നത്. തൈമിൻ അഡിനിൻ ആയിട്ടാണ്. അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനായിട്ടും സൈറ്റോസിൻ ഗ്വാനിനായിട്ടാണ് അവിടെ പെയറിങ് നടക്കുക. ഇവര് പെയറിങ് നടക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് ഇവരൊരു പെയറിങ് എന്ന് നടക്കുന്നത് നമ്മൾ പറയില്ലേ. പെയറിങ് നടക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അഡിനിൻ ഹൈഡ്രജൻ ബോണ്ട് വഴി തൈമിനായിട്ട് പെയറിങ് നടക്കുന്നു. അപ്പോൾ അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. പക്ഷേ ഗ്വാനിനും സൈറ്റോസിനും പെയറിങ് നടക്കുമ്പോൾ അവിടെ 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് പെയറിങ് നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ബോണ്ട് ആരാണ്? ഗ്വാനിനും സൈറ്റോസിനാണ്. അപ്പോൾ അഡിനിനും തൈമിനും 2 ബോണ്ട് വഴി, ഗ്വാനിനും സൈറ്റോസിനും 3 ബോണ്ട് വഴിയാണ് അവിടെ പെയറിങ് നടക്കുന്നത്. അപ്പോൾ DNA സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ 3 പേരെ പരിചയപ്പെട്ടു: ഫോസ്ഫേറ്റ്, ഷുഗർ മോളിക്യൂൾ ആൻഡ് നൈട്രജൻ ബേസ്. അപ്പോൾ ഇവർ 3 പേരും കൂടിയിട്ടാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം. ദിസ് ഇസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വീട് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ബ്രിക്കുകൾ, ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ബ്രിക്കുകൾ വെച്ചാണ് നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്. അപ്പം അതേപോലെ DNA ഉണ്ടാക്കുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് വെച്ചാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയുള്ളത്? 3 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫോസ്ഫേറ്റ് ഉണ്ട്, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഇതിലെ ഷുഗർ മോളിക്യൂളിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ഷുഗർ മോളിക്യൂളിന്റെ സ്പെഷ്യാലിറ്റി? ഇത് 5 കാർബൺ ഷുഗർ ആണ്, ഒരു ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്നാണ് പറയുക. അപ്പോൾ എന്താണ് സ്പെഷ്യാലിറ്റി? 5 കാർബൺ ഷുഗർ ആണ്, ഒരു ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയും. അപ്പോൾ അതാണ് DNA ഷുഗറിന്റെ പ്രത്യേകത. നമുക്കൊരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫോസ്ഫേറ്റ് മോളിക്യൂൾ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക്സ് ന്യൂക്ലിയോടൈഡ് ടുഗെദർ. അപ്പോൾ ഇവർ 3 പേരും കൂടി ഒരു ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ വേറെ ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ ഒരു കണക്ഷൻ വേണം, അപ്പോഴെല്ലാം നമുക്ക് സ്ട്രാൻഡ്സ് ഫോം ചെയ്യാം. ഈ കണക്ഷൻ ഫോം ചെയ്യുന്നത് അവിടെയുള്ള ഫോസ്ഫേറ്റ് മോളിക്യൂൾ ആണ്. അപ്പോൾ ഫോസ്ഫേറ്റ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗെദർ. അതാണ് ഫോസ്ഫേറ്റ് മോളിക്യൂളിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസിന്റെ സ്പെഷ്യാലിറ്റി എന്തായിരുന്നു? നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്. നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം നൈട്രജൻ ബേസ് എന്ന് നമ്മൾ പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണ്. അപ്പോൾ ഒരു ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്, പക്ഷെ അതിൽ നൈട്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ആണ്. അതിൽ ആരെല്ലാം ഉണ്ട്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, നൈട്രജൻ ബേസ് ഉണ്ട്. ഷുഗർ മോളിക്യൂളിന്റെ പ്രത്യേകത എന്താ? ഡിയോക്സി റൈബോസ് 5 കാർബൺ ഷുഗർ ആണ്. നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നൈട്രജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്. ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ് ടുഗെദർ. അടുത്തത് ടെക്സ്റ്റിൽ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഉത്തരങ്ങൾ ജസ്റ്റ് നോക്കാം. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. എത്ര സ്ട്രാൻഡ്സ് ഉണ്ട്? 2 സ്ട്രാൻഡ്സ് ആണ് നമുക്കുള്ളത്. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് സ്ട്രാൻഡ്സ്. സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാണ്?
ഫോസ്ഫേറ്റ് ഷുഗർ മോളിക്യൂൾ. ഈ മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റങ്സ് ഉണ്ടാക്കുന്ന ആരാണ്? നൈട്രോജൻ ബേസസ് ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൈട്രോജൻ ബേസസ് ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആണ്. ഇനി ഫോർമേഷൻ ഓഫ് റങ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ബൈ പെയറിംഗ് നൈട്രോജൻ ബേസസ്. അടുത്തത് മോഡ് ഓഫ് നൈട്രോജൻ ബേസ് പെയറിംഗ്. എങ്ങനെയാണ് നൈട്രോജൻ ബേസ് പെയറിംഗ് നടക്കുന്നത്? എങ്ങനെയാണ്? അഡിനിൻ തൈമിനായിട്ടും ഗുവാനിൻ സൈറ്റോസിനായിട്ടാണ് അവിടെ പെയറിംഗ് നടക്കുന്നത്. ലാസ്റ്റ് എന്താണ്? മോളിക്യൂൾസിനെ ന്യൂക്ലിയോടൈഡിലുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പറയാൻ എന്താ? ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, ദെൻ ലാസ്റ്റ് നൈട്രോജൻ ബേസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈസ് ഓഫ് DNA ആണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഓഫ് DNA എവിടെയാണ് പറഞ്ഞത്? സെല്ലിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ട്. ക്രോമസോംസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ DNA ഇരിക്കുന്നത്. അപ്പോൾ സൈസ് ഓഫ് DNA പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ ഒരു 2 inches ഓഫ് DNA ഉണ്ട്. അതായത് 2 inches മീൻസ് ഒരു 5 centimeter ആയിട്ടുള്ള ലെങ്ത് ഉള്ള ഒരു DNA ആണ് ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റി ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു ഹ്യൂമൻ സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? 46 ക്രോമസോംസ് ഉണ്ട്. ദാറ്റ് മീൻസ് 23 pairs ഓഫ് ക്രോമസോംസ് ആണ് ഒരു ഹ്യൂമൻ സെല്ലിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 5 centimeter ആണ് ഒരു ക്രോമസോമിൻ്റെ ഉള്ളിലുള്ള DNAയുടെ ലെങ്ത് ഇൻറ്റു 46. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 meters ലോങ് ഏകദേശം വരുന്നുണ്ട്. ഒരു സെല്ലിൻ്റെ ഉള്ളിൽ 2 meter ലോങ് ഉള്ള ഒരു DNA ഉണ്ട് ഒരു സെല്ലിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 1 lakh crore ആണ് നമുക്കൊരു എണ്ണം പറയാൻ പറ്റുക. 1 lakh crore ഹ്യൂമൻ സെൽസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിലുള്ളത്. അപ്പോൾ എത്ര ലെങ്ത് ഉണ്ടായിരിക്കും നമ്മുടെ DNA? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ ഇത്രയും പോകുന്ന സെല്ലിൻ്റെ ഉള്ളിൽ 2 meters ഉണ്ട്. അതുപോലെ ഈ 1 lakh crore സെൽസിൻ്റെ ഉള്ളിലുള്ള എല്ലാ DNAs നമ്മൾ ഒക്കെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹൗ മച്ച് ലോങ് ഇറ്റ് വിൽ ബി? എത്രയുണ്ടാവും? എത്ര ലെങ്ത് ഉണ്ടായിരിക്കും? നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് capable enough to wrap around the earth over 2 million times. നമ്മുടെ എർത്തിനെ 2 million times ചുറ്റി വരാനുള്ള അത്രയും ലെങ്ത് ആ ഒരു DNAക്ക് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഇത്രയും ലെങ്ത് ഉള്ള DNA എങ്ങനെയാണ് ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ ഇത്രയും ടൈനി സെല്ലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്രയും ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. നമ്മുടെ ലെങ്ത് ആയിട്ടുള്ള DNA ഒരു ക്രോമസോമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ആളാണ് ഈ ഇമേജിൽ കാണുന്ന ആളുടെ പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഒക്ടാമർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയിട്ടാണ് ഈ ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ നോക്കിയാലോ, കണ്ടോ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്. അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ DNA എന്ത് ചെയ്യുന്ന അറിയോ? DNA ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റും ഇങ്ങനെ ഒന്ന് വൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മേലെ പോവും, വൈൻഡ് ചെയ്യും. അതായത് ഒരു നൂലെടുത്ത് നമ്മൾ ബീഡ്സ് അതിൽ കോർക്കുന്നത് പോലെയാണ് ഈ ഒരു DNA എന്ത് ചെയ്യുന്നത്? ഹിസ്റ്റോൺ ഒക്ടാമറിന് മേലെ ചുറ്റി പോകുന്നത്. അപ്പോൾ ബീഡ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ആരെയാ? നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമറയാണ്. നൂലായിട്ട് നമുക്ക് DNA നോക്കാം. അപ്പോൾ DNA എന്ത് ചെയ്യും? ഹിസ്റ്റോൺ ഒക്ടാമറെ മേലെ ചുറ്റി പോകും. അപ്പോൾ ഈ ലെങ്തി DNA ഷോർട്ടൺ ആയിട്ട് വരും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ DNA ഡബിൾ ഹെലിക്സ്. നമ്മുടെ DNA നേരെ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ അതാണ് ആദ്യം കാണിക്കുന്ന ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്തുണ്ടായി? നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടാമർ വന്നിട്ട് DNA എന്ത് ചെയ്തു? ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെ വൈൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസം. ഒരു DNA ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെ വൈൻഡ് ചെയ്യും. ആ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേര് ന്യൂക്ലിയോസോം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ന്യൂക്ലിയോസോമുകൾ ഇതിനിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ ക്രൊമാറ്റിൻ എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്തു? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്തുണ്ടായത്? ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെ DNA വൈൻഡ് ചെയ്തു. അപ്പോൾ DNA എന്ത് ചെയ്തു? ആ ലെങ്ത് ആയിട്ടുള്ള DNA കുറച്ചൊന്ന് കുറഞ്ഞു. അതിനുശേഷം എന്തുണ്ടായി? ഈ DNA കുറേ ന്യൂക്ലിയോസോംസ് ഇങ്ങനെ നേരെ ഇരിക്കുക. ആ നേരെ ഇരിക്കുന്ന ന്യൂക്ലിയോസോംസ് അവർ കുറച്ചും കൂടെ ഒന്നിങ്ങനെ കോയിൽ ചെയ്തു. ആ ഒരു സ്ട്രക്ചറാണ് തേർഡ് നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ. ക്രൊമാറ്റിൻ ഫൈബർ ഓഫ് പാക്ഡ് ന്യൂക്ലിയോസം. ന്യൂക്ലിയോസോംസ് എല്ലാവരും പാക്ക് ചെയ്ത് വന്നു. നേരെ ഇരിക്കുന്ന ന്യൂക്ലിയോസോംസ് ഒക്കെ പാക്ക് ചെയ്ത് വന്നു. അതിനുശേഷം എന്തുണ്ടായി? ന്യൂക്ലിയോസോംസ് ഇപ്പോൾ പാക്ക് ചെയ്തു, ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ടായി. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് പിന്നെ എന്തുണ്ടായി? പിന്നെയും കുറച്ചും കൂടെ കോയിൽ ചെയ്ത് വരാണ്. അത് പിന്നെയും എന്തുണ്ടാവാണ്? കുറച്ചും കൂടെ കണ്ടൻസ്ഡ് ആയിട്ട് അവർ പിന്നെയും കോയിൽ ചെയ്യും. അങ്ങനെ ഒത്തിരി പ്രാവശ്യം കോയിൽ ചെയ്താണ് ഈ 2 meters ലോങ്ങിലുള്ള DNAനെ
ഒരു ക്രോമസോമിൻ്റെ, അതായത് ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി ഒരു കുഞ്ഞു നൂല് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ നമുക്കറിയാം. ഇപ്പം നമ്മളൊരു നൂല് ഹോൾഡിന്മേ ചുറ്റി വെക്കുമ്പോൾ അത്രയും കോമ്പാക്റ്റ് ആയിട്ടിരിക്കും. അത് നമ്മളൊന്നും ഇങ്ങനെ ഊരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എത്ര ലെങ്ത് ഉണ്ടാവും അവർ. അപ്പം അതേപോലെ തന്നെയാണ് ഈ ക്രോമസോമിൻ്റെ ഷേപ്പിലേക്ക് അവരെന്താണ് ഇങ്ങനെ കോയിൽ ചെയ്ത് അത്രയും കോമ്പാക്റ്റ് ആയത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ സ്റ്റെപ്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഫസ്റ്റ് എന്താണ് DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. അത് ന്യൂക്ലിയോസോംസ് ആയിട്ട് മാറി. അതായത് ഹിസ്റ്റോൺ ഒക്ടോമറിന്റെ മേലെ DNA വൈൻഡ് ചെയ്തിട്ട് ന്യൂക്ലിയോസോംസ് ആയിട്ട് മാറി. അങ്ങനെ ഈ എല്ലാ നീണ്ടിരിക്കുന്ന ന്യൂക്ലിയോസോംസ് എല്ലാവരും പിന്നെയും ഒന്ന് കോയിൽ ചെയ്തു, കോമ്പാക്ട് പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം അവർ പിന്നെയും കോയിൽ, അപ്പോൾ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് ഉണ്ട്. ഈ ക്രൊമാറ്റിൻ ഫൈബേഴ്സ് പിന്നെയും കുറച്ചും കൂടെ കോയിലിംഗ് നടന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും കുറേ കോയിൽ ചെയ്തു. അവസാനം ഒരു ക്രോമസോമിലേക്ക് അവർ മാറാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഇവിടെ പറ്റും. അതായത് ക്രോമസോം എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ക്രോമസോം. ക്രോമസോമിന്റെ പ്രൈമറി കമ്പോണൻസ് ഏതാണ്? DNA ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്. 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗെദർ ടു ഫോം എ ഹിസ്റ്റോൺ ഒക്ടാമർ. നമ്മൾ പറഞ്ഞു അല്ലേ, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയിട്ടാണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാകുന്നത്. DNA strands winds around this octamer to form a structure called nucleosome. ഈ DNA സ്ട്രാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ മേലെ വൈൻഡ് ചെയ്യും. ആ വൈൻഡ് ചെയ്തിട്ട് വരുന്ന ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് nucleosome. The chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. അപ്പോൾ ക്രോമസോം എങ്ങനെയാണ് ഫോം ചെയ്തത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കോയിൽ ചെയ്തു പിന്നെയും കോയിൽ ചെയ്തു, അങ്ങനെയാണ് ക്രോമസോം ഉണ്ടായി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. The chromosomes are formed by packing ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോം. ആദ്യം പാക്കിംഗ് നടന്നു, പിന്നെ കോയിലിംഗ് നടന്നു അല്ലേ. കുറേ ന്യൂമറസ് ന്യൂക്ലിയോസോംസിനെ പാക്ക് ചെയ്തു, കോയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും റീകോയിൽ ചെയ്തു. അങ്ങനെയാണ് ഒരു ക്രോമസോമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. ക്രോമാറ്റിഡ്സ് ആർ ദ പാർട്സ് ഓഫ് ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയം. ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്രോമസോമിൽ നമുക്ക് അങ്ങനെ അറിയാം അല്ലേ, ഇതിങ്ങനെ അടിയിലേക്ക് അല്ലേ ഒരു 4 ലെഗ്സ് പോലെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഓരോ പ്രൊജക്ഷനും നമ്മൾ പറയുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്. അതിൻ്റെ ഉള്ളിൽ ഈ 4 ക്രോമാറ്റിഡ്സും ജോയിൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? സെൻട്രോമിയറിലാണ്. അപ്പോൾ അതാണ് ക്രോമസോമിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ എന്തായിരുന്നു? CRISPR-Cas9 കുറിച്ച് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലേ, ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് CRISPR-Cas9. അതെന്തായിരുന്നു? ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. ഇത് ആരെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? ജെനിഫർ എ ഡൗട്ട്ന ആൻഡ് ഇമ്മാനുവൽ ഷാർപ്പൻറ്റിയർ. അതിനുശേഷം നമ്മൾ ലൊക്കേഷൻ ഓഫ് ജീൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് DNA നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചതാണ് സ്ട്രക്ചർ ഓഫ് DNA. സ്ട്രക്ചർ ഓഫ് DNA എന്താ? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അത് പ്രസന്റ് ചെയ്തത് ആരായിരുന്നു? ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ. അവരുടെ കൂടെ വേറെ 2 സയന്റിസ്റ്റുമാരുടെ പേര് നമ്മൾ പഠിച്ചു അല്ലേ, റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ DNA സ്ട്രക്ചറിൽ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. എന്തായിരുന്നു DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഷുഗർ മോളിക്യൂൾ ഉണ്ട്, പിന്നെ ആരുണ്ടായിരുന്നത്? നൈട്രജൻ ബേസിസ് ആണ്. അപ്പോൾ നമ്മൾ 4 നൈട്രജൻ ബേസിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. പിന്നെ നമ്മൾ പഠിച്ചത് സൈസ് ഓഫ് DNA കുറിച്ചാണ്. അപ്പോൾ സൈസ് ഓഫ് DNA നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ക്രോമസോമിൻ്റെ ഉള്ളിൽ 2 ഇഞ്ചസ് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുള്ള ഒരു DNA ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ സെല്ലിൻ്റെ ഉള്ളിൽ എത്ര ലെങ്ത്തുള്ള ഒരു DNA ഉണ്ടാവും? 2 മീറ്റേഴ്സ് ലെങ്ത്തുള്ള DNA ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 2 മീറ്റർ ലെങ്ത്തിലുള്ള DNA അല്ലെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള DNA നമ്മൾ എങ്ങനെയാണ് ഒരു ക്രോമസോമിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചു അല്ലേ. ഒരു ക്രോമസോം എങ്ങനെ ഫോം ചെയ്യുന്നു നമ്മൾ പഠിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ കാര്യം അല്ലേ. ഹിസ്റ്റോൺ ഒക്ടാമർ ചുറ്റും DNA വൈൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആ ഒരു സ്ട്രക്ചർ എന്താ പറയുക? ന്യൂക്ലിയോസോം എന്നാണ് പറയുക. അങ്ങനെ ഒത്തിരി ന്യൂക്ലിയോസോംസ് കോമ്പാക്ട് ചെയ്ത് കോയിൽ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് ഒരു ക്രോമസോം ഉണ്ടാകുന്നത്. അങ്ങനെ 4 ക്രോമാറ്റിഡ്സ് ഉണ്ട്. ക്രോമാറ്റിഡ്സിനെ ജോയിൻ ചെയ്യുന്നതാണ് സെൻട്രോമിയർ. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹ്യൂമൻ ക്രോമസോംസ് എത്ര ഉണ്ട്, ഏതൊക്കെയാണ്, ജീൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, RNA കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. So see you in the next video. Bye.